മലപ്പുറം ഈസ്റ്റ് ജില്ലാ സർഗലയം സുഗന്ധസാഗരം മഞ്ചേരിയിൽ ഇന്ന് സമാപന ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സർഗലയം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അതിൻ്റെ പ്രോഗ്രാമും ഇവൻറ്റുകളും മത്സരങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ മത്സരങ്ങളൊക്കെ നടന്നു. നല്ല ആവേശം, തുടക്കത്തിലുള്ള ആവേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവസാനിക്കുന്നത് വരെ ആ ആവേശം നിലനിർത്തിക്കൊണ്ട് മത്സരാർത്ഥികളൊക്കെ വളരെ നല്ല തയ്യാറെടുപ്പുകളോടെ ഒരു ജില്ലാ മത്സരം എന്ന നിലയിൽ കണ്ടുകൊണ്ട് വളരെ ആവേശകരമായി നമ്മുടെ 2 ദിവസം സമാപിച്ചു. 3ാമത്തെ ദിവസത്തിലെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മളെ സമാപനത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മത്സരാർത്ഥികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച ആ ഒരു 1ാം സ്ഥാനമുണ്ട്. അത് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫൈസിയുടെ അഭിപ്രായങ്ങളിൽ നിലവിൽ നമ്മുടെ മത്സരം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ 20 മേഖലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മേഖലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ നമ്മളെ തൊലബ കഴിഞ്ഞു. തൊലബയിൽ കൊണ്ടോട്ടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ആ മത്സരങ്ങൾ നമ്മൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ മത്സരങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 14ാമത് എഡിഷനിൽ സംസ്ഥാന തലത്തിൽ ജില്ലക്കാണ് 1ാം സ്ഥാനം. അതിനേക്കാളും മികച്ച രീതിയിലാണ് സ്റ്റേജുകളിലെ പെർഫോമൻസ്. ചെറിയ മാർക്കുകൾക്ക് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു 1ാം സ്ഥാനക്കാരനെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും കുട്ടികൾ പിന്തള്ളപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനതല മത്സരത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല, അത് നമ്മൾ 1ാം സ്ഥാനം നേടുന്നുള്ളതാണ്. പിന്നെ ഓരോ വർഷവും കൂടുമ്പോൾ നമ്മുടെ സർഗലയത്തിൻ്റെ രീതിയും മറ്റൊക്കെ മാറി വരികയാണ്. നമുക്കറിയാം ഈ വർഷം കൂടുതൽ മത്സരങ്ങളുണ്ട്, കൂടുതൽ മത്സരാർത്ഥികളുണ്ട്. അതുകൊണ്ട് കൂടുതൽ വേദികൾ, കൂടുതൽ വിധികർത്താക്കൾ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ വിധികർത്താക്കൾക്ക് കൂടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ എന്ത് ചെയ്തു? പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് മുൻകൈ എടുത്തത്. വിധികർത്താക്കൾക്ക് പരിശീലനം നൽകി. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്ന് വെച്ചാൽ പരിപാടി സ്മൂത്തായി നടക്കും, എവിടെയും തടസ്സങ്ങൾ ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേ മറുപടിയാണ്. വിധി നിർണ്ണയങ്ങളിലൊക്കെ ഒരു ഏകീകരണം കൂടി വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റെന്താ വെച്ചാൽ മേഖലയിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയോട് പറയുന്ന കാര്യമായിരിക്കില്ല ജില്ലയിലെത്തുമ്പോൾ ഉണ്ടാവുക, അത് പിന്നെ സ്റ്റേറ്റിലെത്തുമ്പോൾ മാറും. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചെയ്ത ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഈ വർഷം എന്താ വെച്ചാൽ ഇത് വളരെ കറക്റ്റ് ആയതുകൊണ്ട് മത്സരത്തിൻ്റെ രീതിയും ഘടനയൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ നടത്തണം, അല്ലെങ്കിൽ അതിലെന്തെല്ലാം പരിഗണിക്കണം, അത് കൃത്യമായ പരിശീലനം നൽകി എന്നുള്ളത് അതിൻ്റെ ഒരു സുഖം നമ്മുടെ ജില്ലയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഏകദേശം തൊലബയുടെയും സബ് ജൂനിയർ മത്സരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺവീനർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൺവീനർ ആയാലും ചെയർമാൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്കും സെക്രട്ടറി എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരു അപ്പീൽ എന്നുള്ള പരാതി നമുക്ക് ഒറ്റൊന്നും ലഭിച്ചിട്ടില്ല. ഒരു വലിയ വിജയമാണ് എന്തുകൊണ്ട് ഒരു മേഖലയുടെ മത്സരം 20 ആളുകൾ പങ്കെടുക്കുക. 20 ആളുകൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും അപ്പീൽ നൽകാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂൾ കലോത്സവങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, മറ്റു കലോത്സവങ്ങളും നമ്മൾ കാണുന്നതാണ്. അവിടെയൊക്കെ അപ്പീലുകളുണ്ട്. ഒരു അപ്പീൽ രഹിത എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ അങ്ങനെ മത്സരം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഇപ്പോൾ നമ്മുടെ മേഖല മത്സരമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്, നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾ നേരെ പ്രിപ്പറേഷൻ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തൊക്കെ ഒന്നെങ്കിൽ മദ്രസയിൽ ഉസ്താദ്, അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും കലാപരമായ കഴിവുള്ള ആളുകൾ. ഇപ്പോൾ ഈ പ്രാവശ്യം എന്തുണ്ട്, ഒരു പടി കൂടിയിട്ട് രക്ഷിതാക്കൾ കൂടി ഇതിന് ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇന്നലെ നമ്മളെ വേദിയിൽ ആരുണ്ട്, ഇത് കേൾക്കാൻ വേണ്ടി രക്ഷിതാക്കൾ കൂടിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ ഈ വേദികളൊക്കെ ഒരുക്കുമ്പോൾ ഒരു ഭാഗം ആർക്ക് വേണ്ടി വരും? ഇതിൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി വരും. കാരണം നമ്മളോട് അത്രയും താല്പര്യത്തോട് പല രക്ഷിതാക്കളും അവരവരുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ, പ്രത്യേകിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഭൗതികപരമായ മത്സരങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങളിൽ വീറും വാശി കാണിക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ധാർമ്മികത നിർത്തിക്കൊണ്ടുള്ള മത്സരത്തിൽ കാണൂല എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഈ വിഷയത്തിൽ എന്തുണ്ട്, രക്ഷിതാക്കൾക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഖിറാഅത്ത് മത്സരത്തിൽ പോലും നമുക്ക് കൃത്യമായി പറയാം, ഖിറാഅത്ത് മത്സരത്തിൽ പോലും. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സർഗലയം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെറിയൊരു സ്റ്റേജ് രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തി അങ്ങനെ പിരിയുന്നതാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആംബിയൻസ് ഒരുക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് ഒട്ടേറെ പ്രയത്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ദിവസങ്ങളുടെ അധ്വാനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ സ്വാസംഘത്തിൽ നമ്മുടെ ഈ സർഗലയത്തിൻ്റെ കൺവീനറാണ് ബഹുമാനപ്പെട്ട ഖാദർ വൈസി. ആ വിഷയത്തിൻ്റെ ആ എഫേർട്ടിനെ കുറിച്ച് ഖാദർ വൈസി പറയും. പക്ഷേ ഇവർ ഒരുങ്ങിയതിൻ്റെ തയ്യാറും നമ്മളതിൻ്റെ മേൽനോട്ടം വഹിച്ചു എന്നേ ഉള്ളൂ. ഇതിന് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരാണ്?
ഇതിൻ്റെ സമിതി, സർഗലയത്തിനൊരു സമിതിയുണ്ട്. ആ സമിതിക്ക് പിന്നെ സമിതി നിങ്ങളിപ്പോൾ ഇതിൻ്റെ ചാർജ് എടുത്ത ആളാണ് നാസർ മാഷാൻ നേരത്തെ ഉണ്ടായിരുന്നത്. നാസർ മാഷോട് ചേർന്നിട്ടും പുതിയ കമ്മിറ്റിയൊക്കെ ആയി ബന്ധപ്പെട്ട് ഖാദർ ഫൈസിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെ കൺവിൻസ് ചെയ്തത്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു എഫേർട്ടാണ്. അതിനെക്കുറിച്ച് സർഗലയം ജില്ലയുടേത് മാത്രമല്ല, ശാഖയിൽ നടക്കുന്നത് മുതൽ ഇതിനെന്തുണ്ട് ഒരു എഫേർട്ട് ഉണ്ട്. ഒമാരുടെ ഖാദർ ഫൈസി ഒരു വലിയ ജില്ല, നമ്മളെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള, ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള, ഏറ്റവും കൂടുതൽ ക്ലസ്റ്ററുകളും മേഖലകളൊക്കെ ഉള്ള ജില്ലയാണ്. മേഖല ഇതിനോടൊപ്പമുള്ള മേഖലകളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ അവിടെയാണ് നമ്മൾ ബേസ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ സംഘടനാ മെമ്പർഷിപ്പുള്ള ആളുകളുള്ള ജില്ലയാണ്. സമസ്തയുടെ കരുത്തുറ്റ മേഖലയാണ് മലപ്പുറം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ശാഖാതലം മുതലുള്ള മത്സരങ്ങൾ ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായി നടക്കുന്നതിൽ സമിതിയുടെ എഫേർട്ട് വളരെ തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ എഫേർട്ട് അവർ കുറച്ചൊന്ന് അവർ പറയും. സെക്രട്ടറി പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 മാസം മുമ്പ്, അതായത് സ്റ്റേറ്റ് സമിതി നമുക്ക് മാനുവൽ തന്നത് മുതൽ നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ്. എന്തുകൊണ്ട് നമ്മുടെ ജില്ലാ സർഗലയം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ മികവുറ്റതാക്കണമെന്ന ആ ഒരു ചിന്തയോടുകൂടിയും അത് ഏതെല്ലാം രീതിയിൽ ഉഷാറാക്കാമെന്ന ചിന്തയോടുകൂടിയാണ് സമിതി ഒരു 3-4 മാസമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. നമ്മൾ യൂണിറ്റ് സർഗലയങ്ങൾ നടത്തി, അതിനുശേഷം ക്ലസ്റ്റർ തല സർഗലയങ്ങൾ നടത്തി, അതിനുശേഷം മേഖലാ സർഗലയങ്ങൾ. ഇപ്പോൾ ജില്ലയിലുള്ളത് മേഖലാ സർഗലയത്തിൽ 1-ാം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥികളാണ് ജില്ലയിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ നല്ല വ്യത്യസ്തമായ സ്റ്റേറ്റ് സമിതി തന്നെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ജില്ലയിൽ നടത്തണമെന്ന ഒരു നിർബന്ധം സമിതിക്കുണ്ടായതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോ മേഖലയിൽ നിന്നുള്ളതായ ടീം മാനേജേഴ്സിനെയൊക്കെ വിളിച്ച് വരുത്തി അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങളും നമ്മൾ നടത്തി. അവർ അതിനുശേഷം മേഖലാ തലത്തിൽ പോയി ക്ലസ്റ്റർ തലത്തിലുള്ള ടീം മാനേജേഴ്സിനെ വിളിച്ച് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്തു. ക്ലസ്റ്റർ കമ്മിറ്റി യൂണിറ്റ് തലത്തിലേക്ക് നമ്മൾ കൊടുത്ത മെസ്സേജ് കൈമാറി. അങ്ങനെ ഓരോ ഘടകങ്ങളും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് എടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ജില്ലാതല മത്സരം നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. നല്ല രീതിയിൽ നല്ല ടൈറ്റ് മത്സരങ്ങളൊക്കെ നടന്നത് യൂണിറ്റ് തലം മുതൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യൂണിറ്റ് തലങ്ങളിൽ തന്നെ മത്സരങ്ങൾ നടന്നതുകൊണ്ട് ജില്ലയിലെത്തിയപ്പോൾ വളരെയധികം ടൈറ്റ് മത്സരങ്ങളാണ് നടക്കുന്നത്. അതിന് പിന്നെ നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നായാലും മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നായും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് തലത്തിൽ നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്, ആ ഒരു പാരമ്പര്യം നിലനിർത്തണമെന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി നമ്മുടെ സർഗലയം ജില്ലാ സർഗലയം ഇവിടെ അവസാനിക്കും. പക്ഷേ സമിതിക്ക് വിശ്രമിക്കാനായിട്ടില്ല എന്ന ഒരു ഉറച്ച ബോധ്യമുണ്ട്. സ്റ്റേറ്റ് മത്സരം കഴിയുന്നതുവരെ അതിൽ 1-ാം സ്ഥാനം ലഭിക്കണമെന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഭാ സംഘങ്ങളും മറ്റൊക്കെ വെച്ചുകൊണ്ട് സ്റ്റേറ്റ് തലത്തിലേക്ക് യോഗ്യത നേടിയ മത്സരാർത്ഥികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പരിശീലനങ്ങളും മറ്റൊക്കെ കൊടുക്കണമെന്നാണ് നമ്മൾ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ മത്സരം ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കുന്നതിൽ എവിടെ ഉണ്ടാവും? നമ്മുടെ ജില്ല ഉണ്ടായിരിക്കണം. പിന്നെ ഈ കാണുന്നത് നമ്മൾ 3 മുഖങ്ങളെ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ എഫേർട്ട് എടുക്കുന്ന ഒരുപാടാണ് ദിവസങ്ങളോളം. ഒരുപാട് ദിവസം നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് ഒരുപാട് ദിവസങ്ങളോളം ഉറക്കം ഒഴിച്ച് നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ ടീം മാനേജേഴ്സ് തന്നെ ഓരോ മേഖലയുടെയും ടീം മാനേജേഴ്സ് ഒരുപാട് പ്രയാസപ്പെടും. ജാമിയ ഇസ്ലാമിയ നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം, ഇവിടെ കുട്ടികളും ഉസ്താദുമാരും മാനേജ്മെന്റ് എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ പേരെടുത്ത് പറയുന്ന മാനേജർ ഫാറൂഖ് വൈസ് വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സമ്മാനങ്ങൾ നൽകിയ ആളുകളുണ്ട്. ഭക്ഷണത്തിലേക്കാണ് മഞ്ചേരി മേഖല ജമിയത്തുൽ മുഅല്ലിമീനെ പോലെയുള്ള ആളുകൾ, ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീനെ പോലെയുള്ള ആളുകൾ, ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ എന്തുണ്ട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ സഹായം ചെയ്ത ആളുകൾക്കൊക്കെ പിന്നാമ്പുറത്തുള്ള മുഴുവൻ ആളുകൾക്ക് നമ്മൾ കൃതജ്ഞതയും നന്ദിയൊക്കെ രേഖപ്പെടുത്താം. അത് പ്രാർത്ഥനകളിൽ അവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഹൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.